നൂർ ജലീല എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ കോ ആക്ടേഴ്സ്, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഒരു പരസ്യത്തിൽ വളരെ സാധാരണ കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു അവർ. പക്ഷെ അവരെക്കാളൊക്കെ സ്മാർട്ടായിട്ടും എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിന്നത് ഈ കുട്ടി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഇവിടെ ഒരു കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നിയപ്പോഴാണ് ഈ പരസ്യത്തിൻ്റെ ഓർമ്മ വന്നത്. പൊളിച്ചു കിട്ടണം. അതും വയലും വായിക്കുന്ന കുട്ടിയാണ്, മ്യൂസിക്കുണ്ട്, സംഗീതമുണ്ട്. അപ്പൊ എനിക്ക് ന്യൂഡൽഹിയിലെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയത് അവർക്ക് ഒരു പുതിയാമറയുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളികളാണ് ഏറ്റവും വലിയ മഹാമനസ്സ്. അവരാണ് മനുഷ്യർക്ക് സ്നേഹം കണ്ടെത്തുന്നത്. ഇത് പക്ഷേ നമ്മൾ പെണ്ണ് കാണാൻ പോയിട്ട് കണ്ണാങ്കോട്ടിരിക്കുന്നോ മുകളിലോട്ടിരിക്കുന്നോ നടക്കുന്നോ എന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുന്ന പുരുഷന്മാരായി നാട്ടിലുണ്ട്. അത് നിറം പോരാ, വണ്ണമില്ല, കണ്ണില്ല, മൂക്കില്ല, എന്തെല്ലാം പ്രശ്നമില്ല. അവരിതൊന്നും പ്രശ്നമായിരിക്കും. അവളുടെ മനസ്സാണ് നോക്കേണ്ടത്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി നൂർ ജലീല വേദിയിലേക്ക് പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു. നൽകുന്നതിനായി ഡോക്ടർ ജോൺ ബ്രിഗാസിയെ ക്ഷണിക്കുന്നു. ജനിച്ചതിന് ശേഷം കുട്ടീനെ കാണണോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ എൻ്റെ ഉപ്പ പറഞ്ഞിരുന്നു, എൻ്റെ മോളല്ലേ, എനിക്ക് കാണണ്ടേന്ന് ചോദിച്ചു. ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഇപ്പം മിസ്സായി പോകുന്നുള്ളൊരു സിറ്റുവേഷൻ വന്നെങ്കിലും എൻ്റെ ഉപ്പ അവിടെ സ്ട്രോങ് ആയതുകൊണ്ട് എനിക്കിന്ന് ജീവിക്കാൻ പറ്റി. ഇന്ന് ഞാൻ എന്തായിട്ടുണ്ടോ ആ ഒരു നിലയിൽ എത്തിയതിന് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എൻ്റെ ഇത്താത്താക്കും ഭയങ്കര വലിയൊരു പങ്ക്. വേദിയിലേക്ക് വരാമോ? ഇത്താത്തയുണ്ട്. ഒറ്റൊരു കാര്യം ഇവിടെ പറയാനുണ്ടായിരുന്നു. എൻ്റെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹാസി എന്നാണ് പേര്. അപ്പം ഞാനിങ്ങനെ ആളോട് ഇടയ്ക്ക് ചോദിക്കും, എനിക്ക് വല്ല കയ്യും കാലമുള്ള പെൺകുട്ടീനെ കെട്ടിയപ്പോൾ ഒരു വെറുതെ എന്തിനാ റിസ്ക് എടുത്ത് എന്നെ തന്നെ കെട്ടിയെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഹാസി പറയാറുള്ളത്, എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് കയ്യില്ല കാലില്ലെന്ന് തോന്നാറില്ല. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾ കിട്ടിയത് വളരെ വലിയൊരു ഭാഗ്യമാണ്, സന്തോഷമായി.